നമസ്കാരം. ഗാസയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം തുടരുന്ന ഇസ്രയേൽ സേനയ്ക്ക് ലോകത്തെ മറ്റൊരു സൈനിക ഘടകവും, അതായത് ഇന്ത്യ പോലും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണിപ്പോൾ പാകിസ്ഥാൻ ചെയ്തു കൊടുക്കുന്നത്. അറബ് രാജ്യങ്ങളുടെ മൊത്തം ശത്രുത വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ പാകിസ്ഥാൻ ചെയ്തതെന്തെന്നോ? ഗാസയിൽ ഇസ്രയേലി സേനയ്ക്ക് പോരാടാൻ സ്വന്തം പട്ടാളത്തെ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകേട്ട് ഇസ്രയേലിനെ കാക്കാൻ ഹമാസിന്റെ അതിസ്വഭാവമുള്ള പാക് പട്ടാളത്തെ ഗസയിലേക്ക് വിടുന്നത് ഹമാസും പാക് സൈന്യവും തമ്മിൽ തല്ലിത്തീർത്തോട്ടെ എന്ന തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതോടെ ഖത്തറും ഇറാനും ഒക്കെ പാകിസ്ഥാനെതിരെ പ്രതിഷേധിച്ചിരിക്കുന്നു. തങ്ങളെ ആക്രമിച്ച ഇസ്രയേലിനെ എങ്ങനെ ഒരു ഇസ്ലാം ഗ്രൂപ്പിൽ പീഡത്തിൽ സ്വയം വീമ്പിളക്കുന്ന പാകിസ്ഥാൻ സൈനികമായി സഹായിക്കുമെന്ന ചോദ്യമാണ് ഖത്തർ ചോദിക്കുന്നത്. പാകിസ്ഥാന് ഈയിടെയായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം. ഇതിനു മുൻപൊന്നും ഇല്ലാത്തതുപോലെ ലോകരാജ്യങ്ങളോട് മുഴുവൻ, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ സമാധാന ശ്രമങ്ങളോടും ഉടമ്പടികളോടും ഒക്കെ പാകിസ്ഥാന് വലിയ താല്പര്യവും മമതയും ഒക്കെയാണ്. എന്താണ് പാകിസ്ഥാന്റെ ഈ നടപടിക്ക് പിന്നിലെന്ന് ഒന്ന് വിലയിരുത്തി നോക്കിയാൽ നമുക്ക് 2025 മെയ് മാസം 7-ാം തീയതി അർദ്ധരാത്രിയോടടുത്ത സമയം മുതൽ ഒന്ന് പിന്നിലേക്ക് ചിന്തിക്കേണ്ടി വരും. അന്നാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനികളുടെ നെഞ്ചത്ത് കയറി മാലപ്പടക്കം നടത്തിയ ദിവസം. അതായത് ഇന്ത്യയുടെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസം. 22 ഏപ്രിൽ 2025 പാകിസ്ഥാനികളുടെ ഏറ്റവും വലിയ നെറുകേടിന്റെ ഉദാഹരണം എന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കൊടുത്ത മറുപടി തുടങ്ങിയത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ തിരിച്ചടി അതിന്റെ ഏറ്റവും വലിയ ഭീകരത കൈവരിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിലായിരുന്നു. അതോടെ പാകിസ്ഥാനികളുടെ അടിത്തറ ഇളകിത്തെറിച്ചു. തുടർന്ന് പാകിസ്ഥാനികളോട് വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പല രാജ്യങ്ങളും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ഇന്ത്യ തകർത്ത പാകിസ്ഥാനും ഒക്കെ കൂടിയായപ്പോൾ പാകിസ്ഥാനികൾക്ക് നട്ടെല്ല് തകർന്നു. അവിടെ നിന്ന് ഉയർന്നു വരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ആദ്യം ഖത്തറുമായി ഉണ്ടാക്കിയ കരാർ. അവിടെ സ്വന്തം സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം. അതിനു പിന്നാലെ ഇപ്പോൾ ഗാസയിൽ 20,000-ഓളം സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഉന്നതോദ്യോഗസ്ഥരുമായും US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഉദ്യോഗസ്ഥരുമായും പാക് സൈനിക മേധാവി അസീം മുനീർ ഈജിപ്തിൽ ഈ മാസം തുടക്കത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നത്. യുദ്ധാനന്തര ഗാസയിലെ പുനരധിവാസ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൗത്യം. പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ ഗാസയിൽ പാക് സൈനിക സാന്നിധ്യം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നത് വ്യക്തമാണ്. ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്ത് സ്ഥിരത കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ്. ഇസ്രായേൽ ഗാസ യുദ്ധം ട്രംപിന്റെ ഇടപെടലിലൂടെ അവസാനിച്ചു. വെടിനിർത്തൽ ഉടമ്പടി ഇരുഭാഗവും അംഗീകരിച്ചു. ഇതേ തുടർന്ന് ബന്ദികളെ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു. യുദ്ധാനന്തര ഗാസയിലെ പുനർനിർമ്മാണവും പുനരധിവാസവും കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു. കരാർ പ്രകാരം യുദ്ധാനന്തര ഗാസയിലെ ഭരണ നിർവഹണത്തിനായി പരിഗണിക്കപ്പെടുന്ന ഇന്തോനേഷ്യ, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നായിരിക്കും പാകിസ്ഥാന്റെ പ്രവർത്തനം എന്നാണ് റിപ്പോർട്ട്. ധാരണയിലെ നിബന്ധന പ്രകാരം ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിൽ പാക് സേന ബഫർ ഫോഴ്സ്, അതായത് സംരക്ഷണ സംവിധാനമായാണ് പ്രവർത്തിക്കുന്നത്. പുനർനിർമ്മാണത്തിന് സൗകര്യം ഒരുക്കുന്നതിനോടൊപ്പം ഭരണ നിർവഹണത്തിന് സുരക്ഷാ കവചമായി പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇതിനു പകരമായി പാകിസ്ഥാന് ലഭിക്കുന്നത് എന്താണ് എന്ന് കൂടി കേൾക്കണം. ഇതിനു പകരമായി പാകിസ്ഥാന് വലിയ സാമ്പത്തിക പാക്കേജുകൾ ലഭിക്കും. ലോക ബാങ്ക് വായ്പാ പദ്ധതി ഇളവ്, തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ തുടങ്ങിയവയടക്കം പലതരം സാമ്പത്തിക സഹായങ്ങളാണ് പാകിസ്ഥാന് ഇസ്രയേലും അമേരിക്കയും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഗാസയിൽ പാക് സൈന്യത്തെ വിന്യസിക്കുന്നതിനെ തുർക്കി, ഖത്തർ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താല്പര്യം നിറവേറ്റുന്നതിനുള്ള നീക്കമായാണ് ഈ രാജ്യങ്ങൾ ഇതിനെ കാണുന്നത്. അമേരിക്കയും ഇസ്രയേലും പാകിസ്ഥാൻ സൈന്യത്തെ ഗാസയിൽ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്നും സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിലുള്ള പാകിസ്ഥാന് ഇത് അതിജീവനത്തിന്റെ വിലപേശലാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി തകർന്ന അടിത്തറ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം.
അത് ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടിയാണ് എന്ന് കണ്ണടച്ചുകൊണ്ട് പറയാൻ കഴിയും. പാകിസ്ഥാൻ ഈയിടെയായി അവരുടെ സാമ്പത്തിക വളർച്ചയുടെ പേരിൽ ഗൂഢ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഗാസയും ഖത്തറും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക് കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തി സ്വയം അവരുടെയൊക്കെ പിന്തുണയോടുകൂടി സാമ്പത്തികമായി വളർന്ന് ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ ചെയ്യുന്ന ഓരോ നടപടിക്കും പിന്നിൽ. രഹസ്യ സഹകരണത്തിലൂടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സുരക്ഷയെയും സാമ്പത്തിക നിലയെയും ലക്ഷ്യം വെക്കുന്ന ദുഷ്ടരേഖ ആസൂത്രണം ചെയ്യുകയാണ്. ഇന്ത്യക്കെതിരെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചതിക്കുഴികൾ തീർക്കുന്ന പാകിസ്ഥാൻ മറ്റു ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ട് കൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്താനാവില്ല. എന്നാൽ ഇപ്പോൾ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ പാകിസ്ഥാന് എതിരെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യയോട് കൂടുതൽ മമത പുലർത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ശക്തമായ പ്രതിരോധവും മോദിയുടെ ദൂരദർശിതവുമാണ് ഈ നീക്കങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുന്ന മുതൽക്കൂട്ടാവുക. ഇന്ത്യയുടെ ആത്മവിശ്വാസവും ഐക്യവും മറ്റ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഇന്ത്യയോട് ചേരുന്നതും കൂടി ചേർന്നാൽ പാകിസ്ഥാന് മികച്ച മറുപടി തന്നെയാവും മോദി കൊടുക്കുക. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച